ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന നെന്മിനി നമ്പൂതിരിക്ക് ഒരു അത്യാവശ്യ കാരണത്താൽ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തുപോകേണ്ടി വന്നു. അതിനാൽ തന്റെ 12 വയസ്സുള്ള മകനെ ഭഗവാനുള്ള നിവേദ്യം അർപ്പിക്കാൻ ഏൽപ്പിച്ച് അദ്ദേഹം പോയി. അച്ഛനെ അനുസരിച്ച് ഉണ്ണി ഭഗവാന് മുന്നിൽ നിവേദ്യം അർപ്പിച്ചപ്പോൾ വിഗ്രഹം അനങ്ങാതെ നിന്നു. ഭഗവാനെ, ഇത് കഴിക്കണേ, ഉണ്ണി അപേക്ഷിച്ചു പറഞ്ഞു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. കുറച്ചുനേരം കാത്തിരുന്നതിനു ശേഷം ഉണ്ണി അയൽപ്പക്കത്തുനിന്ന് ഉപ്പിട്ട മാമ്പഴവും തൈരും കൊണ്ടുവന്നു. ഇങ്ങനെ കഴിച്ചാൽ നല്ല സ്വാദുണ്ടാകും എന്ന് ഉണ്ണി ചിന്തിച്ചു. അവൻ അരിയിൽ ഉപ്പിട്ട മാമ്പഴവും തൈരും ചേർത്ത് വീണ്ടും സമർപ്പിച്ചു. പക്ഷേ ഭഗവാൻ അപ്പോഴും പ്രതികരിച്ചില്ല. ഉണ്ണി വീണ്ടും അപേക്ഷിച്ചു പറഞ്ഞു, ഭീഷണിപ്പെടുത്തി, കണ്ണാ, നീ ഇത് കഴിച്ചില്ല എങ്കിൽ അച്ഛൻ വരുമ്പോൾ എന്നെ അടിക്കും. ഇതോടെ അവൻ കരയാൻ തുടങ്ങി. അവന്റെ നിഷ്കളങ്കമായ ഭക്തി കണ്ട് ഭഗവാൻ സഹിക്കാൻ കഴിഞ്ഞില്ല. നിവേദ്യം പെട്ടെന്ന് അപ്രത്യക്ഷമായി. വളരെ സന്തോഷത്തോടെ ഉണ്ണി മടങ്ങി. വാര്യർ തിരിച്ചെത്തിയപ്പോൾ ഒഴിഞ്ഞ പാത്രം കണ്ടു. ഉണ്ണി, നീ ഭഗവാന്റെ നിവേദ്യം കഴിച്ചോ? ഇല്ല അച്ഛാ, നിവേദ്യം കണ്ണൻ കഴിച്ചു, ഉപ്പിട്ട മാമ്പഴവും തൈരും കൂട്ടി, നല്ല സ്വാദോടെ. ഉണ്ണിയുടെ മറുപടി കേട്ട് വാര്യർ ദേഷ്യത്തോടെ പറഞ്ഞു, നീ അനാവശ്യ കഥകൾ കെട്ടിച്ചമയ്ക്കണ്ട, നീ തന്നെയാണ് കഴിച്ചത്. ഉണ്ണി നിലപാടിൽ തന്നെ ഉറച്ചുനിന്നു. അച്ഛാ, ഞാൻ കഴിച്ചിട്ടില്ല, ഭഗവാനാണ്. വാര്യർ ദേഷ്യത്തോടെ അവനെ അടിക്കാൻ കൈകൾ ഉയർത്തിയപ്പോൾ ഒരു അശരീരി കേട്ടു. ഉണ്ണിയെ വഴക്ക് പറയരുത്, ഉണ്ണി നിരപരാധിയാണ്. അവന്റെ ഭക്തി നിഷ്കളങ്കവും സത്യസന്ധവുമാണ്. ഇത് കേട്ട് അത്ഭുതത്തോടെ സ്തബ്ധിച്ചു നിന്ന വാര്യർ അകമഴിഞ്ഞ് ഭക്തിയോടെ ഭഗവാനെ പ്രണമിച്ചു. കൃഷ്ണ, ഗുരുവായൂരപ്പ.